ഓരോ ദിവസം കഴിയുന്തോറും ദൈവത്തോട് അധികം അടുത്ത് വരുവാൻ, അടുത്ത് ചേർന്ന് ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. ഇന്ന് നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവേ, ഞാൻ നിന്നോട് അടുത്ത് വരുവാൻ ആഗ്രഹിക്കുന്നു. നീ എന്നോട് അടുത്ത് വരണമേ, നിന്റെ കൃപയാൽ എന്നെ പൊതിയണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് യു ജീസസ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ഞായറാഴ്ച ദിവസം രാവിലെ ഞങ്ങൾക്ക് വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വന്ന് കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ ഒരവസരം കൂടി നീ ഞങ്ങൾക്ക് ദാനം ചെയ്തു. അതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവനും കർത്താവേ, അവിടുത്തെ അത്ഭുതകരമായ കൃപയാൽ നീ ഞങ്ങളെ പൊതിഞ്ഞു. ശത്രു ഞങ്ങളെ തൊടാതെ വണ്ണം നീ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു. യാതൊരു അന്ധകാര ശക്തികളും ഞങ്ങളോട് അടുത്തു വരാതെ അവിടുത്തെ ദിവ്യ കൃപയാൽ ഞങ്ങളെ പൊതിഞ്ഞതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ തിരുസന്നിധിയിൽ വരുമ്പോൾ ഞങ്ങൾ ജയാളികളായി, വിജയത്തിന്റെ സാക്ഷ്യമുള്ളവരായി ദൈവസന്നിധിയിലായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ഇന്ന് രാവിലെ സമയം ഞങ്ങൾക്ക് നൽകിയത് കൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കർത്താവിന്റെ ശുശ്രൂഷയിൽ ഞങ്ങളെ എല്ലാവരെയും പല വിധത്തിലുള്ള ശുശ്രൂഷകൾ തന്ന് നീ ഞങ്ങളെ ഇവിടെ നിർത്തിയിരിക്കുന്നത് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനും ദൈവത്തിന്റെ നാമം ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്തുന്നതിനും അനേകരെ ദൈവത്തിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയാകുന്നുവല്ലോ കർത്താവേ. ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ദൈവ കൃപ ഉപയോഗിക്കുവാൻ ആവശ്യമായ സാഹചര്യങ്ങൾ കർത്താവ് കൊടുക്കുന്നത് കൊണ്ട് നന്ദിയോട് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ദൈവസന്നിധിയിൽ പാട്ടുകൾ പാടുമ്പോൾ ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്, ദൈവകൃപയാൽ നിറഞ്ഞ് ഞങ്ങൾ ആത്മാവിൽ ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടെ നിങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ വേണ്ട പോലെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ആത്മാവിൽ ഞങ്ങളെ ഉണർത്തി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടുന്ന വചനങ്ങളെ കർത്താവ് നൽകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന എല്ലാവരിലും പരിശുദ്ധാത്മാവിന്റെ നിറവ് ഉണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ആത്മനിറവിൽ കർത്താവിന്റെ വചനം സംസാരിക്കുമ്പോൾ കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അത് പ്രയോജനകരമായി ഭവിക്കുന്നതിനാൽ സ്തോത്രം. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കുന്നതിനാൽ സ്തോത്രം. ആദ്യമവസാനം അവിടുത്തെ സാന്നിധ്യം ഞങ്ങളെ നിറയ്ക്കുന്നതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുകയാണ്. എത്ര പേര് നമ്മള് കർത്താവിനെ രുചിച്ചറിയുന്നവരാണ്? രുചിച്ചറിയുക എന്നുള്ളത് നമുക്ക് ദൈവത്തിന്റെ നാമത്തിന് മഹത്വം കരയത്തോടൊപ്പം നമ്മുടെ ജീവനും ആ രുചിച്ചറിവ് വളരെ ആശ്വാസവും വിടുതലും തരുന്നതാണ്. നമ്മുടെ ഒരു ഫുഡ് ആണെങ്കിലും അതല്ല, നമ്മൾ കഴിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യമാണെങ്കിലും നമ്മൾ അത് നല്ല രുചിയാണെങ്കിലും മറ്റുള്ളവരോട് പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് കർത്താവിനെ നാം രുചിച്ചറിഞ്ഞെങ്കിൽ അത് മറ്റുള്ളവരോട് നാം പറയണം. ആമേൻ. പാട്ടുകാരന്റെ വരികൾ ഇപ്രകാരമാണ്. ആമേൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചറിഞ്ഞവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. നമുക്ക് ദിവസം എഴുന്നേറ്റ് പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാമല്ലോ. ആമേൻ. സേനയിൽ അധിപൻ ദേവനിൽ അതിയായി, ആശ്രയം ഏവനുണ്ടോ ആയവൻ ഏവരിലും അതിധന്യൻ. ആമേൻ. നെക്സ്റ്റ് സൺഡേ ഓൺവേഴ്സ് നമ്മള്
സെലക്ടഡ് ആയിട്ടുള്ള കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു സെലക്ടഡ് ആയിട്ടുള്ള കുറേ സോങ് നമ്മുടെ പ്രിയ ഡേവിഡ് ബായി അത് നമ്മുടെ വർഷിപ്പ് ടീം ഇട്ടിട്ടുണ്ട്. അതായിരിക്കും നമ്മൾ പാടുന്നത്. പഴയ പാട്ടുകളാണ് കൂടുതലുള്ളത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇത് ആരാധനയുടെ ഭാഗം വരുമ്പോൾ നമ്മളെല്ലാവരും ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ പാട്ടെന്ന് പറയുന്നത്. എല്ലാവരും കരങ്ങളെ അടിച്ച് നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാം. സേനയിനധിപൻ ദേവനിലധിയായി ആശ്രയം. സേനയിനധിപൻ ദേവനിലധിയായി ആശ്രയം ഏവനുള്ളോ ആയവനേവനിലും അതിരന്യൻ. സേനയിനധിപൻ ദേവനിലധിയായി ആശ്രയം ഏവനുള്ളോ ആയവനേവനിലും അതിരന്യൻ.
അധിപൻ ഏകതി അവനെക്കാട്ടിൽ വലിയൊരു ദേവനില്ല. ആമേൻ. സകല ദേവന്മാരിലും ഉന്നതനായ ദൈവം, ആ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് കിട്ടിയ ഭാഗ്യം എത്രയോ വലിയതാണ്. ആമേൻ. ഹല്ലേലൂയ. നമുക്കൊരു പ്രത്യാശയുണ്ട്. യുഗങ്ങളായി കർത്താവിന്റെ സന്നിധിയിൽ വീണ്ടും നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ആമേൻ. നമ്മുടെ സന്തോഷങ്ങള് ഈ സൗഭാഗ്യം അറിയാതെ നമ്മുടെ ചുറ്റുപാടുമായിരിക്കുന്നു. നമുക്കൊരു ദൗത്യമുണ്ട് ദൈവമക്കളെ. അവരോട് യേശുവിനെ കുറിച്ച് പറയാം. നാം അറിഞ്ഞ, നാം വിളിക്കുന്ന സത്യത്തെ നാം മറ്റുള്ളവരോട് പറയണം. ആമേൻ. അത് നമുക്കിടയാക്കട്ടെ. ഒരു പാട്ടോടെ പാടി കർത്താവിനെ ആരാധിക്കാൻ കരങ്ങളെ അടിച്ച് ആമേൻ. നമുക്ക് പാടുന്ന എല്ലാവർക്കും അറിയാവുന്ന ശ്രീയേശുനാമം അതിശയനാമം, ഏഴ് എനിക്ക് ഇമ്പനാമം. ആമേൻ. കരങ്ങളെ അടിച്ച് നാം പാടുമ്പോൾ നമുക്ക് ഹല്ലേലൂയ അതിന്റെ അർത്ഥം ഗ്രഹിച്ച് അതിന്റെ ഒരു സ്റ്റാൻസ ഇങ്ങനെയാണ് പറയുന്നത്: നീതിയോടെ രാജ്യ ഭാരമേൽപ്പാൻ ഭൂമിയിൽ വേഗം വരുന്നൊരു നാമം. അതാണ് നമ്മുടെ പ്രത്യാശ. കർത്താവ് വരുവാൻ സമയമായി. കാലം അന്ത്യത്തിലേക്ക് നീങ്ങിയ ദൈവമക്കളെ, കൈവിടപ്പെട്ടു പോകല്ലേ. ഞാൻ എപ്പോഴും പറയുന്നത്, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത നീ ഇവിടെ കഴിക്കും. നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം. ആമേൻ. ശ്രീയേശുനാമം അതിശയനാമം. ആമേൻ. ശ്രീയേശുനാമം അതിശയനാമം,
ഇല്ലാതിരുന്ന നമ്മെ, ഒരു യോഗ്യതകളും ഒരു ഫലവും ഇല്ലാതിരുന്ന നമ്മെ ആ കാട്ടിൽ നിന്ന് പറിച്ചെടുത്ത് ഒരു നാട്ടൊലിവാകും സഭയോട് ചേർത്ത വിശുദ്ധന്മാരുടെ പദവിയാക്കി ദൈവത്തിന്റെ സ്വന്തം മകൻ എന്ന നിലയിൽ ഏത് സമയവും അപ്പാപിതാവിനെ അറിയിച്ചുകൊണ്ട് അപ്പന്റെ അടുക്കലേക്ക് ഓടി വരുവാൻ അധികാരം തന്ന നാമം. പാപത്തിൽ ചേർന്നകപ്പെട്ടിരുന്ന നമ്മെ അപ്പാപിതാവേ എന്ന് വിളിച്ചുകൊണ്ടിപ്പോൾ ഏത് സമയവും ആ കൃപാസനത്തോടടുത്തു വന്ന ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ അവകാശം തന്ന ആ ശ്രീയേശുനാമം, ആ അതിശയനാമം, ഏഴയരിക്കുമ്പനാമം. ഹല്ലേലൂയ. ആമേൻ. ശ്രീയേശുനാമം, അതിശയനാമം, ഏഴയരിക്കുമ്പനാമം. ഹല്ലേലൂയ. ആ നാമത്തെ ഇന്ന് പകൽക്കാലം ഉയർത്തുവാൻ അവൻ ഭൂമിയിൽ നമുക്കൊരുക്കി തന്ന അവസരത്തെ ഓർക്കാൻ നമുക്ക് സ്തുതിക്കാം. ഈ നാമത്തെ ഉയർത്തുവാൻ എത്രയോ പേർക്ക് ഈ നാമത്തെ അറിയുവാൻ ഭൂമിയിൽ ഭാഗ്യമില്ലാതിരിക്കുമ്പോൾ ഈ നാമത്തെ അറിയുവാൻ, ഈ നാമത്തെ ഉയർത്തുവാൻ, ഈ നാമത്തെ സ്തുതിക്കുവാൻ ഒരുക്കി തന്ന അവസരത്തെ ഓർക്കാൻ ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ഈ നാമത്തെ നമുക്ക് ഇന്ന് പകൽക്കാലം സ്തുതിക്കാം. ഈ നാമം എത്താത്ത മേഖലകളിലേക്ക് ഈ നാമം എത്തേണ്ടതിന് ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്ഥലങ്ങളിൽ ഇരിക്കാം. അപ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നാമം എത്താത്ത ഒരുപാട് മേഖലകൾ ഇന്നും ഈ പട്ടണത്തിലുണ്ട്. ഈ നാമം ചെന്നെത്താത്ത ഒരുപാട് മേഖലകൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. ആ ദേശങ്ങളിൽ ഈ നാമം എത്തേണ്ടതിന് ഈ നാമം ചെന്നെത്താത്ത ഒരുപാട് കുടുംബ ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഈ നാമം ചെന്നെത്താത്ത ഒരുപാട് വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. ആ വ്യക്തികളിലേക്ക്, ആ കുടുംബങ്ങളിലേക്ക്, ആ ദേശത്തിലേക്ക് ഈ നാമം എത്തേണ്ടതിന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ സഭായോഗത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭായോഗത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മ സാന്നിധ്യം നമ്മുടെ ശുശ്രൂഷയിൽ നിറഞ്ഞു നിൽക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രോഗികളായ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ രോഗങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരങ്ങളാൽ, എന്തെങ്കിലും വിഷയങ്ങളാൽ ഇന്ന് പകൽക്കാലം ആരെങ്കിലും ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ ആ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം. ഇന്ന് നാം ഈ ആരാധനാലയത്തിൽ കടന്നു വരുമ്പോൾ, ഈ അപ്പന്റെ നാമത്തെ നാം വാഴ്ത്തുമ്പോൾ നമ്മുടെ രോഗത്തിന് ഒരു മാറ്റം ഉണ്ടാകേണ്ടതിന്, നമ്മുടെ അവസ്ഥകൾക്ക് ഒരു മാറ്റം ഉണ്ടാകേണ്ടതിന്, നമ്മുടെ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ഓർത്തുകൊണ്ട് വഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന രണ്ടുപേർക്ക് ഇപ്പോൾ ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സകല സ്തുതിക്ക് യോഗ്യനായ കർത്താവിനെ സ്തുതിക്കുവാൻ എല്ലാ നാളുകളെയും കർത്താവിനാമേ
ഞങ്ങളെ കേൾക്കുവാൻ ഞങ്ങളെ ഒരുക്കുമാറാണ്. നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാണ്. എല്ലാവരും ഒന്നുപോലെ കൂട്ടിവെക്കുന്നതിനായിട്ട് എന്റെ കർത്താവച്ചി അങ്ങേ നന്ദി പറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തപ്പ അങ്ങയുടെ നാമത്തെ സ്തുതിപ്പാൻ സ്തോത്രം ചെയ്യുവാൻ അങ്ങ് ആരാണെന്ന് തന്നെ മഹത്വപ്പെടുത്തുവാൻ ഈ പകർക്കാരടിക്ക് തന്ന ഹാലിന്റെ അവസരത്തിനായിട്ട് നന്ദി കർത്താവേ. അനേക കർത്താവ് ആഗ്രഹിച്ചിട്ട് നടക്കാതെ ഇരിക്കുമ്പോ കർത്താവേ, ഏഴകൾക്ക് എന്റെ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവരുടെ അവകാശമായ ജനവും ഭാഗ്യമുള്ളതല്ല. പലപ്പോഴും നിങ്ങൾ മനസ്സിലാകാതെ ജീവിച്ചു പോകുന്ന കുറവുണ്ട് കർത്താവേ, അടിയങ്ങളോട് ക്ഷമിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവസഭയായ കരകളിൽ പകൽക്കാലേ ഇത് പകൽക്കാലങ്ങളുടെ സന്നിധിയിലായിരിക്കുന്ന ഓരോ മക്കളെയും അന്ന് വ്യക്തിപരമായി അറിയുന്ന ദൈവമായ കർത്താവേ, മറിയുന്ന ദൈവമേ, അനേകരുടെ ഉള്ള അവസ്ഥ അറിയുന്ന ദൈവത്തിന്റെ കരകളെ ഓരോ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാതെ ഓരോ ദിവസവും ഓരോ നിമിഷവും അങ്ങ് തരുന്ന ദാനമായിരിക്കാൻ ദൈവസന്നിധിയിൽ നിലകൊള്ളുവാൻ അനേകളെ ഓരോരുത്തരോട് സഹായിക്കുവാനാകണമേ കർത്താവേ. ശുശ്രൂഷ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവദാസി കുടുംബത്തെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അനുഗ്രഹിച്ചാൽ കർത്താവേ, ദൈവകൃപയെ വീണ്ടും അവിടുത്തെ കർത്താവേ ഈ ശുശ്രൂഷ കൊണ്ടുവന്ന് കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രാർത്ഥനാഭിഷേകം കാണിക്കണമേ കർത്താവേ. പ്രത്യേകിച്ച് വാത്സല്യ ഭവനത്തെ ഓർത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ധാരാളം അനുഗ്രഹിക്കണമേ കർത്താവേ. അല്ലത്തെ ശുശ്രൂഷയെല്ലാം വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓരോ ശുശ്രൂഷയ്ക്ക് ലീഡർഷിപ്പ് കൊടുക്കുന്ന മക്കളെ ദൈവമക്കളെ കർത്താവ് അനുഗ്രഹിച്ച സമർപ്പിക്കുന്നു. പ്രാർത്ഥനയാചനെ കേട്ടതിനായിട്ട് നന്ദി, വലിയ വിടുതലുകളെ കൽപ്പിക്കുന്നതിനായിട്ട് നന്ദി കർത്താവേ. അതിന്റെ ചിത്രത്തിൽ പറഞ്ഞതുപോലെ അങ്ങയുടെ നാമം എത്തിയിട്ടില്ലാത്ത അനേക ഇടങ്ങളിൽ കർത്താവേ ശക്തമായിട്ട് കർത്താവേ ഘോഷിപ്പിക്കപ്പെടുവാൻ അനേകരെ ഓരോരുത്തരെ ഉപയോഗിക്കുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങ് അങ്ങനെ ചെയ്യുന്നതിനായിട്ട് നന്ദി. ഒരു യേശുവിൻ തിരുനാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. കർത്താവേ, നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സ്വർഗീയ കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവേ, ഞങ്ങൾ നന്ദിയോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നപ്പാ. ഇത്രത്തോളം അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ, ഇത്രത്തോളം ദൈവത്തിന്റെ അഭിഷേകം കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളെ കർത്താവേ വർഷിപ്പിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. തുടർന്നുള്ള ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ ദാസന്മാരിലൂടെ ദൈവമേ ഞങ്ങൾക്ക് ഈ ആഴ്ചക്കാലം ആവശ്യമായ ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനും ഞങ്ങളുടെ നീതീകരണത്തിനും ആവശ്യമായ സ്വർഗീയ ദൂത ദൈവമേ ഞങ്ങൾക്ക് നൽകിത്തരുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പൊ ഞങ്ങളിൽ രോഗികളായിരിക്കുന്നവരെ അവിടുന്ന് സൗഖ്യമാക്കണമേ. ഭാരത്തോടെ കടന്നു വന്നവരെ ആശ്വാസത്തോടെ മടക്കി വയ്ക്കണമേ. അവിടുത്തെ സമാധാനം ജനത്തിന്റെ മേൽ ഞങ്ങളുടെ സഭയുടെ മേൽ അവിടുന്ന് വർഷിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പൊ ഈ നന്മയുടെ സുവിശേഷം അറിയാത്ത അങ്ങയുടെ നാമം അറിയാത്ത അനേകം കുടുംബങ്ങളിലേക്ക്, വ്യക്തി ജീവിതങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് ഞങ്ങളുടെ സഭയുടെ ശുശ്രൂഷയെ അങ്ങ് ദിവസങ്ങളിൽ വ്യാപിക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയോടെ അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.
വാക്യം my wife, Psalms 84. Psalms 84. Praise you, Jesus. Hallelujah. Hallelujah. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. ഒരിക്കൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. ഞങ്ങളുടെ രാജാവും എന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കണമേ. നിന്റെ അഭിഷേകത്തിന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോട് നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കിയില്ല. ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാത്ത ഒരു ദൈവം. ആ ദൈവം നമ്മുടെ ദൈവമായിരിക്കുന്നു. അവൻ നമ്മുടെ കൈക്ക് പിടിച്ചിരിക്കുന്നു. അവൻ നമ്മുടെ ഹൃദയത്തിൽ ആലോചന നൽകുന്നു. അവൻ നമ്മെ പോകേണ്ടുന്ന വഴിയിൽ കൂടി നടത്തുന്നു. എത്ര മനോഹരമായ ഒരവസ്ഥയാണ്. കർത്താവേ, ഞങ്ങൾ നിന്നെ വീണ്ടും സ്തുതിക്കുന്നു. ഇത്രത്തോളം അവിടുത്തെ സാന്നിധ്യത്തിന്റെ നിറവിൽ ഞങ്ങളെ ഇരുത്തിയതുകൊണ്ട് സ്തോത്രം. തുടർന്നും ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. അവിടുത്തെ വചനം ഞങ്ങളെ കേൾപ്പിക്കണം. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. Please be seated in the presence of God. And I am very excited to see all of you here in the house of the Lord. ദൈവത്തിന്റെ ആലയത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ഒരു അവസരം ദൈവം തന്നു. അങ്ങനെ നമുക്ക് ഒരുമിച്ച് വരുവാൻ ദൈവം സഹായിച്ചല്ലോ. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മുടെ മധ്യത്തിൽ പതിവിൽ കൂടുതൽ ആളുകളുണ്ട്. ഐ താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. ഐ ആം ഓൾവേസ് ഫോർ ഗ്രോത്ത്. എത്രയും കൂടുതൽ ആളുകൾ വരുന്നോ അത്രയും കൂടുതൽ സന്തോഷമാണ് എൻ്റെ ഹൃദയത്തിൽ, നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ. So today we have some guests among us, and I wanted to introduce them to you. നമ്മുടെ മധ്യത്തിൽ വന്നിരിക്കുന്ന ഒരു കുടുംബം, I think it is Regison and his family, his wife Rachel and the daughter Abigail and son Bennett, and the mother is with us, and sister Alice Angie is also with us. We thank you, and let us welcome them to this worship service. And I also wanted to welcome Hannah, Sarah, and Nathan. They are not strangers to us. They've been with us before. The last time when they were here, they came up here and they spoke to us, right? They spoke to us something. And welcome again to our worship service. Amen. And visiting with us today is actually our brother Grayson is with us today, and he is. Would you just kind of? I'm not being partial to you. So, Brother Grayson, I've been inviting him for some time, and thank God that you could come with us and worship with us. And I know Sister Manassi family is here with us today, and all the other family. I'm not going to name all our regular attendants. I'm not going to name all of you. I'm not being partial, but I just wanted to welcome all of you into the house of the Lord. Did I miss anyone? I don't think I missed it, right? Okay, and I'm very delighted. We have
a birthday today in our church. Sharon, our Sharon is celebrating a brand new year in her life, and the Lord has given her that this year is going to be a blessed year in her life, and so recognize. And I believe that every moment that we have is given to us by God. Every moment. Another year is a long time. So that is even a greatest gift. And we will pray for her eventually. We will pray for you and for the Lord to give you a good year. And I'm just going to take a few minutes here. If in this church it is not mandatory that you have to say something. It's not mandatory. But if you wanted to say something briefly, like it has to be really brief. If you want to say something briefly, you can. And if anyone wanted to say anything, and I give you a few moments, I will stand here. So, anybody? Okay. So, you want to say something? Anybody wanted to say something? Well, if you are not ready, it's fine. We have a very good English worship going to happen momentarily, and I wanted to introduce our youth speaker today is our sister Varsha is going to speak to us a youth message. I want all of us, while you hear the message, I want all of us to pray for her. And she needs to speak by the anointing and in the power of the Holy Spirit. For the Lord to give her words in her mouth. So it is sometime when you do ministry, after a long period of time, sometimes you have trouble. I remember this. For a long time I was in the ministry, then certain things made me to push out of the ministry. Then I didn't want to do anything for some time. And then God put this desire in me to come back, and then there is always a starting trouble. And I know there is a starting trouble. So today, our sister Varsha is not going to feel any starting trouble, because she is among the people who love her and pray for her. And our youth team will come and sing the praise and worship. Praise the Lord, church. If you guys could stand up and sing these songs with us. And we were set up throughout our week. We can go through so many different challenges, ups and downs, successes and failures. But we're here Sunday morning to just worship God Him alone. So sing these songs to the best of your ability and just worship Him. Yes. Amen. The dark tried to hide you and steal you away. Death tried to keep you inside of the grave. The enemy fought you, he tried but he lost. You cannot be stopped. When we cry for freedom, you tore down the walls. The weight of our burdens, you carry it all.
is our God, and all will sing how great is our God. How great is our God. Sing with me, how great is our God, and all will see how great is our God. You're the name above all names. You are worthy of our praise, and my heart will sing how great is our God. You're the name above all names. You are worthy of our praise, and my heart will sing how great is our God. How great is our God. Sing with me, how great is our God, and all will sing how great is our God. How great is our God. Sing with me, how great is our God, and all will sing how great is our God. How great is our God. Sing with me, how great is our God, and all will see how great is our God. Praise the Lord. Praise the Lord, everybody. Amen. It's been so long. Like Pastor said, I used to preach at church, but it's so long, so I'm a little nervous. So everybody, please forgive me if I mess up words. But before that, I want to pray. I just want to pray. So let's all bow our head and close our eyes for prayer. Thank you, Lord, for this one. Speak through me and guide my words. Help me share your truth with love and clarity, and prepare every heart to receive it. Everything I ask in thy name. Amen. I thank God, Pastor, and all the church members here for giving me such a big opportunity to speak in front of church. Today I want to talk about faith. I feel like this is what we've been hearing in this church for the past couple of weeks. And I was asking God, what do you want me to preach? It's been so long, I'm a little nervous, so what do you want me to preach? The whole week went by, and I was not really sure what to preach. But every time I asked God, I kept coming to my mind faith. But I was like, this is what church been preaching about. But is it sure? Like, are you sure this is what you want me to preach? Yesterday, I was telling my mom, Mommy, I don't think I'm ready for this. Because
I prayed about it this whole week and I still haven't got anything. And mommy was like, no, keep praying, you'll get it. Until one moment I was like, God been giving me, talk about faith. Vishwasam. Adana namukku venda main aayittulla karyam. Talk about faith. So yesterday I was like, you know what? Aside from everything, I'm going to talk about faith. So I want to talk about a familiar passage here. It is Hebrews chapter 11, verse 1. Faith is confidence in what we hope for and assurance about what we do not see. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. So what does faith means to you? What is faith for you? For me, faith is what we don't see, but it's something that we trust in God. Like regardless of your circumstances, regardless of what you're going through, if you have faith, you can walk it. But as I'm saying this, faith is not an easy task. It's a lot, and even as a believer, we struggle with it. Even though we see miracles in our life, I'm a born and raised Pentecostal. I see miracles in my life every day, like my childhood. But there are times that I still struggle with it. I grew up watching like very big miracles in my life. But there are times, even some tiny things happen in my life, I still question God. I'm like, God, really? Is that what you want me to do? Or is this like, I see everybody doing great. Is it just me that's going through this? So what we need to have is faith. But the hard part is faith is, even though the word is such a small word, it is really, really hard to follow. It is as a good, like we question. A lot of times I pray for faith. Like I pray for everything, but I also like, God give me some vishwasam. God give me some faith. Because this is such a hard world to live in, I see everybody moving forward. I see there are no open doors. I tell guys, like when I pray, I'm like, Father, please open my doors, God. Please open my door. Because I don't see any doors open. It's blank page. That's where we need faith. It's a process of trusting God. And we often want certainty. The problem with humans is that we need a pattern, we need a clarity in our life. It is easy for us to follow certain things, but when there is no way, that's when we panic, and that's when we need that faith in us. But the problem is every day you wake up, you have a routine. You wake up, you go to work, you drive, and all this. But one day when you don't have that job, that's when your faith needs to work. That's when you struggle. God, I don't know how do I pay my mortgage? How do I pay my kids, extracurricular activities? How do I pay water bill? That's when you need faith. But what do we need for faith? We need to get closer to God for that faith. Faith doesn't come when you just sit down one day. Okay, I have faith. I've been living in this world for so long. It's going to work out. That's not how it is. Faith is getting closer to God. Faith is obedience. Vishwasam ennu parayunnathu obedience aanu. You cannot just walk one day and think everything is going to be fine. No. I would like to talk about my testimony. My dad was diagnosed with cancer 3 years ago. And I didn't know how life was going to be, because my life was smooth, my life was very simple until my door closed. I didn't know what to do. That's when my faith started working. I knew it was in me, but I just didn't know how to work it. And I remember sitting in the first week when we were in UT Southwest, and I sat down in the chair and I told God, I was like, എനിക്ക് ഇത്രയും വിശ്വാസമുള്ളത് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. എനിക്കറിയാം നാളെ എന്താ സംഭവിക്കുന്നത്. But for the people who doesn't know that, how are they going to survive? കാരണം നാളെ എന്തോ സംഭവിക്കുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. പക്ഷെ നമുക്ക് ദൈവം എന്നൊരു വിശ്വാസമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും നമ്മുടെ മനസ്സിൽ ഇത് നടക്കത്തില്ലെന്നുണ്ടെങ്കിലും, പക്ഷെ you know God is there for you. Regardless what's going to happen in your life, God is going to work on it. But what we need is to get closer to Him. The circumstances are not going to be easy for us. We pray more. That's when I always when I pray more, that's when problems starts happening. If you don't pray, it's okay for Satan. He doesn't work in your life. He's like, whatever, it's okay. Pashe, we need to get closer to God. That's when problems starts happening. What do you need to do? Pray more. What do you need to do?
read the Bible more. What do you need to do? Get closer to God. It's not an easy task. From my life, I'll tell you, it's not an easy task. But when you're tired, and when you, even then when you're tired, you get up and pray, that's your faith. Even when you're not courageous to talk about God, that's your faith. There are a lot of things that happen to, I know, past 2 years, people ask me, your life is going downhill. It's not going anywhere. How are you positive? I'm like, my God, my faith. Because I grew up in a household where I see my parents praying. I grew up in a household where my family, that's what my faith does. Bringing people closer to God. That I'm not saying I'm obedient 100%. I'm not saying that I have that faith 100%. But it's also keep trying. Keep trying. You feel faith, that's okay. Like Brother Justin said, everybody has a purpose. If you're failing to, that's okay. You get up and pray on your knees. That's okay. You can do better than this. Devam has a plan and purpose for each one of us. I'm so glad the church is full today. I was very excited, even though Bizuchi told me there are going to be a little bit more people there. I was I'm a little nervous, but I'm glad to see that this is the faith we needed to fill up these chairs. This is the faith we need. So faith, like I said, faith doesn't grow on an easy place. Faith needs a lot of work. Faith is trusting God even when you don't see the full plan. For me, last year was such a hard time for my family. It was my dad passed last year, and as you all know, it's just me and my mom. So it was such a hard time. And also, I finished my bachelor's and I didn't know what to do for my master's. And I struggle, and I see everybody moving forward. I see my friends, I see my family, and obviously Indian family, everybody just asks you, what are you gonna do next? So I was like, I really don't know. I think it's just need a break. But even then, I remember there are nights that I cried to God. God, I have faith, but nothing is working. I applied to colleges. I did not get no acceptance letter. Okay, I do have that faith, but there's a trusting process. But even when you don't see things, I did not see anything until one day God was like, this is it. I got into a master's for counseling program. Even though I wanted to study for physical therapy, now I see myself as a counselor more than a PT. PT is not a bad job, it is a great job. It's a really paying job. But the thing about it is God put me here for a reason. I've been through that situation. I can help people now. I understand people now what it is to feel sick, what it is to feel in that family. Because a lot of times we talk about people who are sick, but what families that has to go through, when they are sick, when I say this was not an easy task. And I remember whenever Daddy was going through sickness, God gave me a peace that did not make no sense. God gave me a peace that nobody could ever give me. God gave me a peace that only God can give, because I'm telling you, everybody in this, I don't know if it's for who it is, there is a peace coming for you. There is a peace coming for you. നിന്റെ വീടിന് വേണ്ടി, നിന്റെ സ്ഥലത്തിന് വേണ്ടി, നിനക്ക് വേണ്ടി, നിന്റെ രോഗത്തിന് മേൽ കർത്താവ് നിനക്ക് വേണ്ടി ഒരു വഴി ഒരുക്കുന്ന ഈ വർഷം നിന്റെ വഴി തുറക്കും. ഫാദർ നിന്റെ വഴിയെ തുറക്കുന്ന ദൈവമാണ്. നിന്റെ കണ്ണുനീരിനെ കാണുന്ന ദൈവം, നിന്റെ മനസ്സറിയുന്ന ദൈവമാണ്, നിന്റെ മനസ്സറിയുന്ന ദൈവമാണ്. നിന്നെ തടഞ്ഞിട്ടിട്ടില്ല. നിന്നെ മുന്നോട്ട് പോകാനുള്ള ശത്രു എത്ര തന്ത്രമാണ് നടത്തുന്നത്, നിന്നെ കരുതുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി ഇവിടെ വഴി തുറക്കുന്നത്. സ്വർണത്തിനെ ഉരുക്കി കർത്താവ് അതിനെ ഏറ്റവും മനോഹരമാക്കുന്നത് പോലെ ഇന്ന് നിന്നെ ഈ വർഷക്കാലം നിന്നെ ഏറ്റവും മനോഹരമാക്കുന്ന ഒരു ദൈവമാണ്. ഏറ്റവും മനോഹരമാക്കുന്ന ഒരു ദൈവമാണ്. മറ്റുള്ളവരുടെ മുന്നിൽ നിന്നതിനായി നീ തളർന്ന് നിന്റെ കണ്ണുനീർ കണ്ട് മറ്റുള്ളവർ നിന്നെ കളിയാക്കിയ ദിവസങ്ങളുണ്ട്. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, ഞാൻ നിന്റെ ദൈവം, നിന്നെ കണ്ട ദൈവം, നിന്നെ വിളിച്ച ദൈവം വിശ്വസന, നിന്നെ വഴിയിൽ കളഞ്ഞിട്ട് പോകുന്ന ദൈവമല്ല. നിന്നെ വഴിയിൽ കളഞ്ഞിട്ട് പോകുന്നതല്ല. God gave you a purpose. എഴുന്നേൽക്ക. നിന്റെ രാത്രി കാലഘട്ടങ്ങളിൽ നീ എഴുന്നേൽക്ക. നീ കണ്ണുനീരോട് പ്രാർത്ഥിക്കും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഇതാ ദൈവം നിനക്ക് വേണ്ടി
ദൈവം ഇറക്കുന്നു. ഹല്ലേലൂയ. മുന്നോട്ട് പോകില്ലെന്ന് പല വഴികളിലും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിന്നെ അമർത്തി കുലുക്കി ദൈവം നിനക്ക് വേണ്ടി സ്വർഗം തുറക്കും. നിനക്ക് വേണ്ടി സ്വർഗം തുറന്നില്ല ദൈവം ആർക്ക് വേണ്ടി സ്വർഗം തുറക്കും? നീ പ്രാർത്ഥിക്കുന്ന ഒരു കണ്ണുനീരും പറഞ്ഞു പോയിട്ടില്ല. നീ പ്രാർത്ഥിക്കുന്ന ഒന്നും ദൈവം നീ പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇൻഫാക്ട് പലതവണ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ദൈവമേ എന്റെ പ്രാർത്ഥന നീ കേൾക്കുന്നില്ലേ? എന്റെ കണ്ണുനീരിനെ നീ കാണുന്നില്ലേ? മറ്റുള്ളവർ എന്നെക്കാൾ മുന്നിലോട്ട് പോകുന്നല്ലോ കർത്താവ്, ഞാൻ എന്താ ഇവിടെ സ്റ്റക്കായി പോയെന്ന്. അന്ന് ആ പ്രാർത്ഥനകൾക്ക് ദൈവം പിന്നീടാണ് മറുപടി തന്നത്. പക്ഷെ നിനക്ക് മറുപടി തരുന്ന ദൈവം നീ വിചാരിക്കുന്ന പോലുള്ള മറുപടി ഒന്നുമല്ല തരുന്നത്. നിന്നെ അനുഗ്രഹിച്ചാണ് ദൈവം മറുപടി തരുന്നത്. നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്, നിന്നെ കരുതുന്ന ദൈവമാണ്. നിന്നെ ഇന്നും ഇന്നലെ നിന്റെ ജനനം മുതൽ നിന്നെ അമ്മയുടെ വയറ്റിൽ ഉരുവാക്കിയപ്പോൾ തൊട്ട് നിന്നെ കണ്ട ദൈവമാണ്. നിന്റെ മേൽ കോളിംഗ് ഉണ്ട്, നിന്റെ മേൽ ഒരു പർപ്പസ് ഉണ്ട്. എന്റെ എന്റെ വിഷയം വെച്ചിരുന്നത് your story hasn't done yet എന്നുള്ളതായിരുന്നു. I always wanted to preach that, but she never got to fill it up. That's why I started talking about faith. But I think it's keep coming to the word, your story hasn't done yet. നിന്റെ വിഷമങ്ങളല്ല, നിന്റെ വിഷമങ്ങളെ കാണുന്ന ദൈവമാണ്. നീ ഒരിക്കലെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും, എന്റെ വിഷമത്തെ കാണാത്ത, എനിക്ക് ജോലി കിട്ടുന്നില്ല, എന്റെ കുഞ്ഞുങ്ങളുടെ പഠിത്തം എങ്ങനെ നടക്കും, എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകും. ചർച്ചിനോടുള്ളൊരു ദൂത് ഞാൻ പറയാം, നിന്നെ അമർത്തി കുലുക്കി ദൈവം നിന്നെ വലുതാക്കും. ഈ രാജ്യത്തിന് വേണ്ടി കെട്ടുപണിയുന്ന അനേകരെ ഇവിടെ നിന്ന് എഴുന്നേൽപ്പിക്കും. ഇന്നിവിടെ നിൽക്കുമ്പോൾ കർത്താവെ, ഈ ജനതയോട് പറയുമ്പോൾ കർത്താവെ, I just want to let you know that faith, it's not an easy task. We have to faith. It comes with obedience. It comes a lot of trust. ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പം ഇത് വരത്തില്ലായിരിക്കും, എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന്. പക്ഷെ if you trust God, I'm telling you, He can bless you. He can, if you're going through a struggle, if you're falling, I'm telling you, it is okay to fall. Just keep getting up and pray to God. Like in the Ratri time, pray to God. Even like I always do, like even when I drive, I always try to pray to God. I'm like, I always say like, oh, I don't have time for God, but when you drive, you can pray to God. If you don't feel it, one thing I do is like I like play some worship music. Then I get into spirit, like I pray to God. Like that's also a good way if you are not feeling it. You should always feel God. But like if you're not there, like play some music and like worship music and pray to God, read Bible, get closer to God. I think that's the calling for all of us. Like everybody has a purpose and plan in their life. So I just wanted to end the session with a prayer. Now let's all close our eyes for a prayer. Praise the Lord. Thank you for being faithful even when we struggle to trust God. Strengthen our hearts today. Teach us to walk by faith and not by sight. In every storm, remind us that you are present. Give us courage to take steps of obedience and to rest in your promises. May our lives reflect confidence in you, even when the path ahead is unclear. Everything I ask in thy name. Amen, amen, amen. Praise God. Hallelujah. What a beautiful message and what a beautiful word of the Lord. And God was speaking to us in a very powerful way, and not only through the word, but the word of prophecy. And thank God for the way that God has used Varsha. Thank you for taking the time to speak to us this morning. And I'm just going to say a prayer for her. Kathavi, പ്രിയ വർഷയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടി കടന്നുപോയി, പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയപ്പോൾ വിശ്വസിക്കുവാനുള്ള മനസ്സ് ദൈവം കൊടുത്തതിനായി കർത്താവേ, ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്ന ഭവനത്തെ പല വിധത്തിലുള്ള പ്രയാസത്തിൽ അമർത്തിയപ്പോൾ കർത്താവേ, വിശ്വാസത്തിൽ തളർന്നു പോകാതെ ധീരതയോട് കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ അവിടുന്ന് കൊടുത്തിരിക്കുന്ന പ്രാഗൽഭ്യത്തിനായി സ്തോത്രം. തുടർന്ന് കർത്താവ് പ്രിയ മകളെ അധികമായി ഉപയോഗിക്കണമേ. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി
ജീവിതത്തിൽ വിശാലമായ വഴികളെ, വാതിലുകളെ കർത്താവ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ പ്രിയ ഷാരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ വർഷം കൂടി നിന്റെ മകളുടെ ജീവിതത്തിൽ പ്രധാനമായി കൊടുത്തിരിക്കുന്നുവല്ലോ കർത്താവേ. ഈ പുതിയ വർഷം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. പുതിയ വഴികൾ, പുതിയ വാതിലുകൾ നിന്റെ മകളുടെ മുൻപാകെ തുറന്നു കൊടുത്ത് സമൃദ്ധിയുടെ പാതയിൽ കർത്താവ് നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സകലമാനം മഹത്വം കർത്താവിന് തരുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Sister Vinci is going to sing the offering song and we'll take the offering at this time. യേശുവിൻ സങ്കേതമെന്നിന്റെ പറയുമേ, ആശ്രയം താൻ മാത്രം, ആദാനം സുസ്ഥിരമേ. യേശുവിൻ സങ്കേതം എന്നിന്റെ പറയുമേ, ആശ്രയം താൻ മാത്രം, ആദാനം സുസ്ഥിരമേ. പിളർന്നൊരിക്കൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമതാൽ വളർന്നു ഞാൻ ദൈവ പൈതൽ തൻ മഹസ്നേഹത്താൽ. പിളർന്നൊരിക്കൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമതാൽ വളർന്നു ഞാൻ ദൈവ പൈതൽ തൻ മഹസ്നേഹത്താൽ. യേശുവിൻ സങ്കേതം എന്നിത്യ പറയുമേ, ആശ്രയം താൻ മാത്രം, ആദാനം സുസ്ഥിരമേ. യേശുവിൻ സങ്കേതം എന്നിത്യ പറയുമേ, ആശ്രയം താൻ മാത്രം, ആദാനം സുസ്ഥിരമേ. യോഗ്യമല്ലാത്ത ഈ ലോകത്തിരുന്ന മാലിന്യങ്ങൾ മാർഗത്തിലേറി വന്നെന്നെ ഭീതിപ്പെടുത്തിടുമ്പോൾ, യോഗ്യമല്ലാത്ത ഈ ലോകത്തിരുന്ന മാലിന്യങ്ങൾ
പോലെ നന്നേക്കും കൂടെ വാഴുന്ന രാത്രിയിലാത്തൊരു ദേശം എന്നേക്കും പാർപ്പിടമായി മധ്യമല്ലാത്തൊരു വേഷം പ്രാപിക്കും നിശ്ചയമായി രാത്രിയിലാത്തൊരു ദേശം എന്നേക്കും പാർപ്പിടമായി മധ്യമല്ലാത്തൊരു വേഷം പ്രാപിക്കും നിശ്ചയമായി എണ്ണമില്ലാത്ത വിശുദ്ധൻ പൊൻകരുതോലെയുമായി വർണ്ണിക്കും ദൈവത്തിൻ നീതി സ്വർഗീയഗാനത്താൽ എണ്ണമില്ലാത്ത വിശുദ്ധൻ പൊൻകരുതോലെയുമായി വർണ്ണിക്കും ദൈവത്തിൻ നീതി സ്വർഗീയഗാനത്താൽ യേശുവിൻ സങ്കേതം എന്നിത്യം പറയുമേ ആശ്രയം താൻ മാത്രം അനാമം സുസ്ഥിരമേ യേശുവിൻ സങ്കേതം എന്നിത്യം പറയുമേ ആശ്രയം താൻ മാത്രം അനാമം സുസ്ഥിരമേ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാമല്ലോ. ആമേൻ. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ തലങ്ങളെ മടക്കി പ്രാർത്ഥിക്കാമല്ലോ. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വന്ന സമയം മുതൽ കർത്താവിന്റെ ഹല്ലേലൂയ സാന്നിധ്യത്തിന്റെ മറവിൽ അടിയങ്ങളെ ആക്കിയ ദൈവത്തിന്റെ വലിയ കൃപയ്ക്കും കരുണയ്ക്കുമായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നല്ല ബൈബിൾ സ്റ്റഡി ഞങ്ങൾക്ക് രാവിലെ തന്നല്ലോ, പഠിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവേ ദാസനെ നീ ഇവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. നന്ദിയോടെ സ്തോത്രം. കർത്താവേ നല്ല പാട്ടുകൾ പാടി നീ ആരാധിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. ഹല്ലേലൂയ. കർത്താവേ ആരാധന ഞങ്ങൾക്ക് കൊടുക്കുന്നതാണല്ലോ. സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ നടത്തിയ ദൈവത്തിന് ഞങ്ങൾ എപ്പോഴും ആരാധന കൊടുക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ദൈവം കൃപ തന്നുകൊണ്ടിരിക്കുന്ന വലിയ വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ആമേൻ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്ക് പാട്ടുകൾ പാടുവാൻ ദൈവം അവസരങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം. കർത്താവേ നല്ല യൂത്ത് ബൈബിൾ സ്റ്റഡി ഞങ്ങൾക്ക് കർത്താവേ മതത്തിൽ കൂടി പറയുവാൻ തക്കവണ്ണം തന്നെ മകളെ നീ ഇവിടുന്ന് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. അതിനാലല്ലോ പൂർവികന്മാർ ആമേൻ നല്ല സാക്ഷ്യം വഹിച്ചത്. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കടന്നു പോകുന്ന വേദനകൾ എന്ത് തന്നെയായിരുന്നാലും ഏത് പ്രതികൂല സാഹചര്യങ്ങളായിരുന്നാലും നമുക്കൊരു വിശ്വാസം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുവാനുള്ള ഒരു വലിയ ദൈവകൃപ ഞങ്ങൾക്ക് കർത്താവ് തരുന്നു. ഓർത്ത് സ്തോത്രം. നമ്മളെ അനുഗ്രഹിക്കണം. ദിവസങ്ങളിൽ ശക്തമായി കർത്താവിന്റെ ദൂതമായി കർത്താവ് ആയിരിക്കുന്ന ഇടങ്ങളിൽ നല്ല സാക്ഷ്യവുമായി ഐക്യമാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. എടുക്കപ്പെട്ട സ്തോത്ര വഴിപാടിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി അത് ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണം. ഈ ചർച്ചയിൽ നിന്റെ കാര്യങ്ങൾ തരികയാണ്. അനേക നാളുകളായി കർത്താവേ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കൊക്കെ ദൈവം അപ്പോൾ മറുപടി തന്ന് ഞങ്ങളെ നടത്തുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. പുതിയ ആത്മാക്കൾ കർത്താവിനെ കടത്തി വരുത്തണം. പുതിയ സ്നാനങ്ങൾ ഇവിടെ നടക്കണം. ഈ ഫോണിൽ സിറ്റിയിൽ ഞങ്ങൾ അവകാശം വാങ്ങി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദേശത്തിന്റെ കാവൽക്കാരാണ്. ഞങ്ങൾക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്. ഞങ്ങൾ മക്കളെങ്കിൽ അവകാശികളാണ്. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം ഈ സഭായോഗത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ ഈ ഫോണിൽ സിറ്റിയെ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അനേക ജീവിതങ്ങൾ ഇവിടെ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. നിത്യരാജ്യത്തിൽ കാണണം. ആരും കൈവിടപ്പെട്ടു പോകുവാൻ കർത്താവേ നീ അനുവദിക്കല്ലേ. ഞങ്ങളുടെ രണ്ട് ദൈവദാസന്മാരെ കുടുംബമായി ഞങ്ങൾ ഓർക്കുന്നു. എന്റെ സംഭാഷണം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ മകനെ എത്രത്തോളം സഹായിച്ചില്ല കുടുംബമായി അവരെ അനുഗ്രഹിക്കണമേ. നാട്ടിലായിരിക്കുന്ന കർത്താവ് ഞങ്ങൾ തോമസ് പാസ്റ്ററിനെ കുടുംബമായി ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോടൊപ്പമായിരിക്കുന്ന എല്ലാ ഗസ്റ്റുകളെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ തരുന്നു. അവർ കടന്നു പോകുന്ന വേദനകൾ ഞങ്ങൾ അറിയുന്നില്ല. എന്നാൽ ഉൾപ്പുകളെയും ആരാധന അറിയുന്ന
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം അവർക്ക് വലിയ വിടുതലായി തീരുവാൻ ദൈവം കൃപ ചെയ്യുമാറാകണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ നീ ഒരുമിച്ച് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. തുടർന്നുള്ള വചനം ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായി തീരണം. ജീവനുള്ള വചനം, ജീവിപ്പിക്കുന്ന വചനം ഇന്ന് പകൽക്കാലം കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യണം. പ്രത്യേകിച്ച് കർത്താവ് ഞങ്ങളെ യൂത്ത് മിനിസ്റ്ററി നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ബിന്ദു സിസ്റ്ററെയും ബവീനമോളെയും നിന്റെ കരങ്ങൾ തരികയാണ്. അനേക കുഞ്ഞുങ്ങൾ ഈ പട്ടണത്തിൽ നിന്ന് ആമീൻ ഇവിടെ കടന്നു വന്ന് ദൈവത്തെ അറിയുവാൻ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ ദൈവമേ, അടുത്ത സ്നാനം എത്രയും വേഗം നടക്കണം. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളൊക്കെ ദൈവത്തെ സുരക്ഷിതമായി ജലത്തിൽ സ്വീകരിക്കാൻ തക്കവണ്ണം, വചനങ്ങളുടെ ഉള്ളിൽ കൊടുക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ ആത്മാവിനാൽ അവരെ നിറയ്ക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം, കൃപ കൂടെ ഇരിക്കണം. പ്രാർത്ഥനയുടെ സ്തോത്രം യേശു ക്രിസ്തു മൂലം ചോദിക്കുമ്പോൾ കേൾക്കണമേ. സ്തുതിക്കുക. സർവീസിന്റെ ഏറ്റവും അവസാനത്തെ സമയത്തേക്ക് നമ്മൾ കടന്നു വരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആരാധന ദൈവം നമുക്ക് ഇന്ന് നൽകി. ദൈവത്തിന്റെ ജനത്തെ ദൈവത്തിനാണ് അറിയാവുന്നത് ജനത്തിന് എന്താണ് ആവശ്യം. അപ്പോൾ നമ്മൾക്ക് അറിയാവുന്നത് കൂടുതൽ ദൈവത്തിന് അറിയാൻ നമുക്ക് എന്ത് വേണം. അങ്ങനെയുള്ള രീതിയിലാണ് ദൈവത്തിന്റെ ദൂത് നമുക്ക് ലഭിക്കുന്നത്. ഇത് പ്രാരംഭമായിട്ട് പ്രിയ വർഷയിൽ കൂടി നാം അനുഗ്രഹിക്കപ്പെട്ട ദൂത് കേട്ടു. ദൈവം നമ്മെ ശക്തിപ്പെടുത്തി, നമ്മെ ധൈര്യപ്പെടുത്തി. ഇന്ന് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന ഗസ്റ്റിനെ ഞാൻ പരിചയപ്പെടുത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പ്രിയ മാതാവിനെ പരിചയപ്പെടുത്തി. സിസ്റ്റർ ആലിസ് രാജു. ഞാൻ അന്ന് ആൻറ്റി എന്നാണ് പറഞ്ഞത്. നമ്മുടെ സിസ്റ്റർ ബിൻസി ആണ് ഈ ഫാമിലിയെ നമ്മുടെ ചർച്ചിനെ കുറിച്ച് പറഞ്ഞ്. സിസ്റ്റർ ബിൻസി ആൻഡ് ബ്രദർ ജെയ്സൺ. So they took the initiative to invite them, and we appreciate you for inviting them, and we thank you for coming. And ഇന്നത്തെ ആരാധന, നമുക്ക് ഒരുമിച്ചുള്ള ആരാധന എല്ലാവർക്കും അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് സംസാരിക്കുന്ന വിഷയവും കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ചതിന്റെ തുടർച്ചയാണ്. Jonathan will come and read the same verse. വാക്യത്തിന് മാറ്റമൊന്നുമില്ല. We will read the same verse. Psalm 73, verse 28. But for me, it is good to be near God. I have made the Lord God my refuge, that I may tell of all your works. Thank you. May the Lord add his blessing through the reading of his holy word. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ഇന്ന് വർഷയിൽ കൂടി കേട്ട മെസ്സേജും ഏകദേശം ഇതുപോലെ ഒക്കെ തന്നെയാണ്. വിശ്വാസം എന്ന് പറയുന്നതും ദൈവത്തോട് അടുത്ത് വരുന്ന ഒരു പ്രോസസ്സാണ്. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സംസാരിച്ചത് I focused on the concept that we are not alone in this world. നമ്മൾ ഈ ലോകത്തിൽ തനിയല്ല. നമുക്ക് ചിലപ്പോൾ we think we are all by ourselves. അങ്ങനെ നമ്മൾ തനിയാണെങ്കിൽ നമ്മുടെ ജീവിതം കുറച്ച് പ്രയാസകരം ആയിത്തീരും. ഈ ഒരു സ്ലൈഡാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കാണിച്ചത്. ഇതിലുള്ള ഓരോ componentum we will take separately and we will talk about. Can you go to the next slide? And that's what I'm going to talk today. This is what I talked last week. Not alone. നമ്മൾ ഈ ലോകത്തിൽ ഇത് വളരെ പറഞ്ഞതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ കടന്നു വന്ന് നമ്മുടെ പാതയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല എന്ന് വിചാരിച്ചിരുന്നതിന് വിപരീതമായി ഉള്ള സാഹചര്യങ്ങളിൽ കൂടി നാം കടന്നു പോകും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ is very tough, and sometimes I wonder how she and her mother faced those situations. It's not alone. It's not easy, but they faced it because they were not alone, because the God of heaven was with them. നമ്മൾ അതിനെക്കുറിച്ച് അത്രമാത്രം ചിന്തിക്കത്തില്ല. വിശ്വാസം എന്ന് ഒക്കെ നമ്മൾ പറഞ്ഞ് നമ്മൾ വിശ്വാസികളാണ്. ചിലർക്കൊക്കെ നമ്മുടെ ജസ്റ്റിൻ നേരത്തെ പറഞ്ഞിട്ടും ഒരു മുഖംമൂടിയൊക്കെ വെച്ച് നമ്മൾ വലിയ
വലിയ വിശ്വാസിയാണെന്നൊക്കെ ഉള്ള അവതരണങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ ഒരു പ്രയാസം. യു ക്യാൻ അപ്പിയർ ടു ബി സംതിങ് ദാറ്റ് യു ആർ നോട്ട്. ബട്ട് ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ നല്ല കാലത്ത് ദൈവത്തോടു കൂടി നടക്കുന്നത് മാത്രമല്ല, നമ്മുടെ ദുഃഖത്തിന്റെ സമയത്ത്, നമ്മുടെ പ്രതികൂലത്തിന്റെ സമയത്ത്, നമ്മൾ തളർന്നു പോകുന്ന സമയത്ത്, നമ്മൾ വീണു പോകുന്ന സമയത്ത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് വിശ്വാസം. So let me move on to the next slide. This is what I talked last week. നമ്മൾ ഈ ലോകത്തിൽ ഏകരായിട്ടല്ല യാത്ര ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡിപ്രഷനും ഒരുപാട് മെന്റൽ പ്രോബ്ലവും ഒരുപാട് ഇഷ്യൂസും അതിനെക്കുറിച്ച് maybe I can talk about that. But that is the reason that God never leaves us alone. So today I am going to talk about, I don't know what happened to my word, that is supposed to be guidance and directions. Guidance and directions. And okay, that is the color maybe, the letter maybe in a different color. In my computer it came fine, but I don't know why. But just imagine guidance and directions. That is what God gives us. What I am thinking is, what are the advantages of going with God? So I'm just saying, what are the advantages? സങ്കീർത്തനത്തിൽ നിന്ന് വായിച്ചത് ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. എന്തുകൊണ്ട്? അതാണ് നമ്മുടെ ചോദ്യം. എന്തുകൊണ്ട് ആണ് നല്ലത്? So what are the advantages? So here the one point was we are not alone in the world. നമ്മൾ ദൈവം നമ്മെ ഏകനായിട്ട് വിടത്തില്ല. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ താഴ്വരകളിലും എല്ലാ മലമുകളിലും എല്ലാം ദൈവം നമ്മോട് കൂടെയുണ്ട്. രണ്ടാമത്, He gives us guidance and directions. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. ഇത് നമുക്കെല്ലാം വളരെ കാണാതെ അറിയാവുന്ന വാക്യമാണ്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ തന്നെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. സങ്കീർത്തനം 32 ആ വാക്യം അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സങ്കീർത്തനം 32:8 നാം വായിക്കുന്നത്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നമ്മൾക്ക് ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ഗൈഡൻസ് വളരെ ആവശ്യമാണ്. വളരെ വളരെ ഗൈഡൻസ് ആവശ്യമാണ്. ഗൈഡൻസ് ഇല്ലാതെ ജീവിക്കുന്നവർ എങ്ങും ചെന്ന് ചേർന്നില്ല. If you think about it, if you live without guidance, you will reach nowhere. Because everything in life is by design. You have to design your life. ഞാൻ ഈ ഭാഗം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്നത് കുറച്ച് തടിക്കഷ്ണങ്ങൾ, അവിടെ ഇവിടെയൊക്കെ ചിതറിക്കിടക്കുന്ന കുറച്ച് തടിക്കഷ്ണങ്ങൾ. അവിടെ നല്ല പണി അറിയാവുന്ന ഒരു ആശാരി അവിടെ ഇരിക്കുന്നു. അപ്പൊ നമ്മള് ഇവിടെ കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് ഇവിടെ കുറച്ച് തടിക്കഷ്ണങ്ങൾ കിടന്നിരുന്നു. നല്ലൊരു ആശാരി വന്നു, അതെല്ലാം എടുത്തു, അതെല്ലാം വളർന്നു, അതെല്ലാം മുറിക്കേണ്ടെന്നൊക്കെ മുറിച്ചു, കട്ട് ചെയ്യുന്നതൊക്കെ കട്ട് ചെയ്തു, അതെല്ലാം കൂടെ അതിനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇരിക്കാൻ മനോഹരമായ ഒരു കസേര, ഒരു ചെയർ ആയി തീർന്നത് പോലെയാണ് ദൈവത്തിന്റെ ഡിസൈൻ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നും യാദൃച്ഛികമല്ല. എവറിത്തിങ് ഈസ് ബൈ ഡിസൈൻ. ഇന്ന് രാവിലെ ജസ്റ്റിൻ പറഞ്ഞതും അതുപോലെ വർഷ പറഞ്ഞതും എല്ലാം സെയിം തിങ് ആണ്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും it is by God's design. God designs our life. God has a master plan for us. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ദൈവത്തിന് ഒരു വലിയ മാസ്റ്റർ പ്ലാൻ ഉണ്ട്, വലിയ മാസ്റ്റർ പ്ലാൻ. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ സിസ്റ്റർ ഷീബ, she is not a stranger to me. I didn't know her until recently, but there was a time that I knew her sister. Her sister, her name is Rajma, and there was they had the gift of prophecy. And this sister Rajma and another sister called Annie's sister, and they both had the gift of prophecy. So I'm just telling you this.
about guidance. God gives guidance. And how God gives guidance? It can be through prophecy. It can be through messages. Sometimes God may say something through a messenger that becomes your guidance. It comes from God's word, and it can come through dreams and visions, and God can give you directions through so many different ways. And I was teaching at the Mount Sinai Bible College at that time. And one day, the overseer sent me to Kundara to be a pastor in an outstation ministry. I went there one day, and there was an evening meeting. I never met Sister Rajama before. I never met Sister Annie, this Annie sister before. And we were praying. We were praying. And then Sister Annie's sister started prophesying to me, and they both were as a team actually. They were prophesying to me, and they said, I will send you to a far away country. This is exactly what they said. This is when you can never imagine that I will go to a far away country, because I don't have enough money to go from Adur to Kottayam. So it was that kind of a time. But nobody will believe that. But they said, I will send you to a far away country. You will, I'm just translating exactly the word. You will eat food you never ate. You will drink drinks that you never drank. I will give you education. This is what they told me. Ever since that time, that message is very much alive in my life. I never told her that I had a desire to go to America or anywhere. We never had any conversation before this incident. But I was actually planning to come to America since 1973. This happened sometime in the 1979, 80, that kind of time frame. But I had that desire in me to come to America. I was working on it. But that was a confirmation that was coming to me through these two sisters. And God gives you guidance. In a world of confusion, God gives clarity to His people, clear direction to His people. And that comes through different means. And sometimes God can speak to us directly. Sometimes direct communication comes. Because I always ask God, if you are going to send me somewhere, to a strange place, don't send somebody else to tell me that. Tell me that directly. Because that is more stronger message. Yes. And that is much more believable, that I can believe that much more easily than somebody else coming and telling me. So God gives guidance to us. Sister Varsha പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ പോലെ we don't know where we are going. God knows where you are going. And as long as God knows where you are going to places that you don't see that today. But there is going to come a day that you will see, yes, this is where God sent me. And that kind of message is very clear to us. So when the real advantage of following God is God is not a God of confusion. Sometimes people confuse people. I may say something that may confuse you. But when God speaks, everything is so clear. All confusion will be gone. And God's ways are the best ways. Even though the Word of God never said in your life there is no troubles. The Word of God never said. People are saying it. Preachers are saying it. Because they want to make some money. Because the more they can make you feel good, the more money you give them. So sometimes people take advantage of that and say, you're going to be all these kind of things. But God said the life is hard in this world. ഈ ലോകത്തിൽ കൂരിരുളുണ്ട്, അതിന്റെ താഴ്വരയുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, കൂരിരുൾ താഴ്വരയൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ മധ്യത്തിൽ വെളിപ്പെടുന്ന ഒരു ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ട്.
തീയൊക്കെ നമ്മുടെ മുകളിൽ കൂടെ കടന്നു പോകാം, വെള്ളം നമ്മുടെ മീതെ കൂടെ കവിഞ്ഞു വരാം, പക്ഷെ അതിലൊന്നും നമ്മൾ അകപ്പെടത്തില്ല. കാരണം ശക്തനായ ഒരുവനാണ് നമ്മുടെ കൈ പിടിച്ചിരിക്കുന്നത്. സകലരും അറിയാവുന്ന ഒരുവനാണ് നമുക്ക് ആലോചന നൽകുന്നത്. നമ്മൾ ഓർക്കണം, നമ്മളിപ്പോൾ ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്ന് ഒരാലോചന ചോദിക്കുന്നത്, just asking guidance to somebody that what you should do in your life. This person can only give you the guidance within that person's limited knowledge. If somebody comes to me and asks me some advice, I can advise that person with the limitations of my knowledge. എൻ്റെ അറിവിനും എൻ്റെ അനുഭവങ്ങൾക്ക് ആ ഉള്ളിൽ നിന്നുകൊണ്ടാണ് മനുഷ്യർ വേറൊരു മനുഷ്യന് ആലോചന കൊടുക്കുന്നത്. നമ്മൾ ഓർക്കണം, നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീർന്നത് കൊണ്ട്, നമ്മുടെ ആലോചന ദൈവത്തിൽ നിന്ന് വരുന്നത് കൊണ്ട്, ആ ദൈവത്തിന് യാതൊരു പരിമിതികളുമില്ല. There is no limitations in God. യാതൊരു പരിമിതികളുമില്ല. സമയത്തിന്റെ പരിമിതിയില്ല, അറിവിന്റെ പരിമിതിയില്ല, സാഹചര്യങ്ങളുടെ പരിമിതിയില്ല, റീസോഴ്സസിന്റെ പരിമിതിയില്ല, യാതൊരു പരിമിതിയുമില്ലാത്ത ദൈവം. ആ ദൈവം നമ്മളെ ഒന്ന് അനുഗ്രഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ it is going to be abundant blessing. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഈ അനുഗ്രഹത്തെ കുറിച്ച്, ലൈഫിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. I will give you abundant life. സമൃദ്ധിയായ ജീവൻ, സമൃദ്ധിയായ അനുഭവങ്ങൾ, സമൃദ്ധിയായ കൃപ. ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ there is no limitations. അതുകൊണ്ട് ദൈവം നമുക്ക് ആലോചന തരുമ്പോൾ we will get the best advice. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു ആലോചന വേണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ആദ്യം പോകേണ്ടുന്ന സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ മുട്ടുകാലയിലാണ്. നമ്മുടെ മുട്ടുകാലയിൽ നമ്മൾ ദൈവസന്നിധിയിൽ, ദൈവത്തിന്റെ സിംഹാസനത്തിൽ നാം ചെല്ലുമ്പോൾ അവൻ നമ്മുടെ ഹൃദയത്തിൽ ആലോചനകൾ തരും. നമ്മുടെ കൺഫ്യൂഷൻസ് മാറും. നമ്മുടെ പാതകൾ, നമ്മൾ പോകുന്ന പാതകളിൽ ഒരു കുഴപ്പവും വരത്തില്ല. നമ്മൾ പോകുന്ന പാതയിൽ കല്ലുകളും മുള്ളുകളും ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം തക്ക സമയത്ത് മാറിപ്പോകും. കാരണം എന്താണ്? ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും എന്ന് പറഞ്ഞവൻ ഒരിക്കലും ആ വാക്കിന് മാറ്റം വരുത്തില്ല. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും എന്ന് പറഞ്ഞവൻ ഒരിക്കലും ആ വാക്കിന് മാറ്റം വരുത്തത്തില്ല. ദൈവത്തിന്റെ ആലോചനകൾ സ്ഥിരമായിട്ടുള്ള ആലോചനയാണ്. ദൈവത്തിന്റെ ആലോചനകൾ അത് പൂർണ്ണതയുള്ള ആലോചനയാണ്. ദൈവത്തിന്റെ ആലോചനകൾ ശാശ്വതമായിട്ടുള്ള ആലോചനയാണ്. അത് അനുസരിച്ച് നടക്കുന്ന ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ മേൽ അനുഗ്രഹം. നമ്മൾ മുമ്പ് പാടിയപ്പോൾ മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എന്ന് നാം വായിച്ചതുപോലെ, സങ്കീർത്തനം വായിച്ചതുപോലെ നമ്മുടെ ലൈഫ് ഈസ് ഗോയിങ് ടു ഗെറ്റ് ബെറ്റർ. എന്നാൽ പലരും നമ്മൾ ചെയ്യുന്ന എന്താണ്? നമുക്കൊരു ആലോചന വരുമ്പോൾ ഒന്നും അറിയാൻ വയ്യാത്തവർ മനുഷ്യരുടെ അടുത്ത് പോയി ആലോചന ചോദിക്കും. അവർ ഓരോ ആലോചനകൾ പറഞ്ഞു തരും. അത് വെച്ച് നമ്മൾ അവർ പോകും, പറഞ്ഞു തരുന്നവർ പോകും. അവസാനം അവരുടെ വഴി തന്നെ നമ്മളും എത്തിച്ചേരും. നമ്മുടെ ലൈഫും പോയി, അവരുടെ ലൈഫും പോയി. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മുടെ ആലോചന ഇരിക്കുന്നത്. ദൈവമാണ് നമ്മുടെ ഗൈഡൻസ്. നമുക്ക് I have a lot more to say about this, but I'm going to end very soon. നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരുപാട് മിസ്റ്റേക്ക്, എൻ്റെ ലൈഫിൽ തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് ഒത്തിരി മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. എനിക്കത് പറയുന്നതൊന്നും ഒരു നാണക്കേടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. I wanted to call my mistake as mistakes. I don't want to hide it and put some soap on it and wash it and clean it. My mistakes are mistakes. നമ്മുടെ ലൈഫിൽ എന്തുകൊണ്ടാണ് മിസ്റ്റേക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്ക് നല്ല ആലോചനകൾ കിട്ടാത്തത് കൊണ്ടാണ്, നല്ല ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ്, നല്ല ഡിറക്ഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ്, നമ്മുടെ കൂട്ടുകെട്ടുകൾ നല്ലതല്ലാത്തത് കൊണ്ടാണ്. പലപ്പോഴും നമ്മൾ പല കൂട്ടുകെട്ട് that is one thing that we have to really watch as a children of God. പൗലോസ് പറയുന്നു, നിങ്ങൾ ഇണയില്ല പിണ കൂടരുത്. അതിന് വിവാഹത്തോടുള്ള ബന്ധത്തിലൊക്കെ പറയാൻ കൊള്ളാം. പക്ഷേ അതൊരു ബേസിക് ലെസണാണ്. നമ്മുടെ എന്തുകൊണ്ടാണ് വിശ്വാസികളുമായിട്ടുള്ള സഹകരണം
നമ്മുടെ ജീവിതത്തെ ബെറ്റർ ആക്കി തീർക്കുന്നതെന്ന് ചോദിച്ചാൽ we have the same kind of faith. The same kind of faith. ഞാൻ മനസ്സിലാക്കുന്നത് വിശ്വാസികൾക്കാണ് ഏറ്റവും കൂടുതൽ വിസ്ഡമുള്ളത്. അത് അത് ഇനി ആരെന്നോട് ഡിബേറ്റ് ചെയ്താലും ഞാൻ I will stand on it. ഏറ്റവും കൂടുതൽ വിസ്ഡമുള്ളത് വിശ്വാസികൾക്കാണ്. വിസ്ഡവും അറിവും തമ്മിൽ വ്യത്യാസമാണ്. നമുക്ക് there is knowledge and wisdom. Knowledge comes from book reading and all other newscasts, but wisdom comes from God. Wisdom comes from God. നമുക്കറിയാം ശലോമോനോട് ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിച്ചോളാൻ. ശലോമോൻ എന്ത് പറഞ്ഞു അറിയാമോ? എനിക്ക് വേണ്ടുന്നത് വിസ്ഡമാണ്. എൻ്റെ മുൻപിലുള്ള കാര്യങ്ങളെ പരിഹരിക്കാൻ എനിക്ക് വേണ്ടുന്നത് വിസ്ഡമാണ്. ദൈവമാണ് വിസ്ഡത്തിന്റെ ഉറവിടം. ദൈവമാണ് വിസ്ഡത്തിന്റെ ഉറവിടം. ആ ഉറവിടത്തിൽ നമ്മൾ പോയി അത് പ്രാപിക്കുമ്പോൾ we have the I'm not going to call it Pentecostals, I'm going to call the children of God, regardless of what church they belong. The children of God are the wiser people in the world. അപ്പോൾ അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും വിസ്ഡം നേടി അറിവ് വേറൊരു സംഭവം. എന്നാൽ പലർക്കും പല കാര്യങ്ങളിലും അറിവുണ്ടെങ്കിലും they don't make wise choices. There is a difference between making wise choices and also making choices. You can make choices with your knowledge, but you can make wise choices with the divine wisdom that you and I get from the Lord. ഇന്ന് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കുന്നതിന്റെ പ്രയോജനം എന്ന് പറയുന്നത് അവൻ നമുക്ക് ആലോചന തരുന്നു, അവൻ നമ്മെ പോകേണ്ടുന്ന വഴി കാണിച്ചു തരുന്നു, അവൻ നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്നു, അവൻ നമ്മെ എൻകറേജ് ചെയ്യുന്നു, നമ്മുടെ മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്യുന്നു, അവൻ നമുക്ക് കോൺഫിഡൻസ് തരുന്നു. ദൈവം സമൃദ്ധിയായ അനുഗ്രഹങ്ങളാൽ നമ്മെ നിറയ്ക്കുന്നു. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു പാട്ടിന്റെ ചില അടികൾ പോലെ കൃപയേറും കർത്താവിൽ എൻ വിശ്വാസം. ഹല്ലേലൂയ. കൃപയേറും കർത്താവിൽ എൻ വിശ്വാസം, അതിനാൽ പ്രിയം നല്ല ശ്വാസം ദുരിതങ്ങൾ നിറയുമീ ഭൂവാസം കൃപയാൽ മനോഹരമായി ദുരിതങ്ങൾ നിറയുമീ ഭൂവാസം കൃപയാൽ മനോഹരമായി
ഈ സമയത്ത് പ്രാർത്ഥിച്ച് നമ്മുടെ സഭായോഗം അവസാനിപ്പിക്കും. ഈ നല്ല സമയത്ത് ഭഗവാൻ പ്രാർത്ഥിക്കാൻ നല്ല സങ്കീർത്തനായി സ്തോത്രം നല്ലവരിൽ നിങ്ങളെ കഴിപ്പിച്ചതിനായി കൂട്ടിക്കുന്ന എല്ലാ മക്കൾക്കായി നന്ദിയോട് സ്തോത്രം. വ്യക്തികളെ കുടുംബങ്ങളായ എല്ലാവരും കർത്താവെ അവരെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയോട് പ്രാർത്ഥിക്കുന്ന സഭയുടെ പുതിയാത്മാക്കളെ തന്നെ പ്രാർത്ഥിക്കുന്നു. പ്രദേശത്തിന് കർത്താവെ അങ്ങയോട് പ്രാർത്ഥിക്കും. ഈ രാജ്യത്തിനായി ഇന്ത്യ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യാനി രാജ്യത്തെന്ന് പ്രാർത്ഥിക്കുന്നു. ശിശുക്കളെല്ലാം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥനയായി കേട്ടുന്ന സ്തോത്രം. സർവേശ്വരത്താവിന്റെ വലിയുടെ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹത്തോടെ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.